ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ ഒരു കമ്മീഷനാണ്, ദേശീയ വനിതാ കമ്മീഷൻ. മുൻപിലത്തെ ക്ലാസ്സിൽ ഞാൻ മനുഷ്യാവകാശ കമ്മീഷൻ എല്ലാം പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS VFA എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഇന്ന് നോക്കാം, ദേശീയ വനിതാ കമ്മീഷൻ നോക്കാം. അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ എല്ലാവരും പഠിച്ചോണം. ക്ലാസ് നന്നായി കേൾക്കാൻ നോക്കുക, വേണ്ട പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് പഠിക്കുക. ദേശീയ വനിതാ കമ്മീഷൻ നമുക്കറിയാമല്ലോ, സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെയും മനുഷ്യാവകാശ ലംഘനങ്ങളും തടയാൻ സ്ത്രീകൾക്ക് പരമാവധി അവർക്ക് നീതി ഉറപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് 1990 ഇന്ത്യൻ പാർലമെൻറ്റ് ദേശീയ വനിതാ കമ്മീഷൻ ആക്ട് പാസ്സാക്കിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വസ്തുതകൾ നോക്കാം. ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അപ്പോൾ പാർലമെൻറ്റ് 1990 അല്ലേ, അപ്പോൾ അവതരിപ്പിച്ചത് 1990 മെയ് 22, കണ്ടോ, മെയ് 22 അവതരിപ്പിച്ചത്. ദെൻ രാഷ്ട്രപതി ഒപ്പുവെച്ചത് 90 ഓഗസ്റ്റ് 30. ഏറ്റവും ഈ ഡേറ്റ് ഇമ്പോർട്ടൻ്റ്, ഓഗസ്റ്റ് 30. ദെൻ ദേശീയ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ 92 ജനുവരി 31. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതെന്തൊരു സ്ഥാപനമാണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അപ്പം ദേശീയ വനിതാ കമ്മീഷൻ എന്നാണ് ഒപ്പുവെച്ച രാഷ്ട്രപതി? 90 ഓഗസ്റ്റ് 30. എന്നാൽ ഇത് രൂപീകരിച്ചത് 92 ജനുവരി 31. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. അതായത് ഇതൊരു നിയമം വഴി സ്ഥാപിതമായ ഒരു കമ്മീഷനാണ്. ഓക്കെ, ഇനി ഇതിനകത്തിൽ പ്രധാനപ്പെട്ട സെക്ഷനുകളും വനിതാ കമ്മീഷൻ നിയമത്തിൽ 5 അധ്യായങ്ങളും 17 സെക്ഷനുകളും പറയുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക കുറച്ച് പോയിൻ്റൊക്കെ. ഇതിനകത്ത് എത്ര ഉണ്ട്? 5 അധ്യായങ്ങളുണ്ട്, 17 സെക്ഷനുകളും ഉണ്ട്. 5 അധ്യായങ്ങൾ, 17 സെക്ഷൻസ്. അപ്പോൾ ഓർത്തല്ല, അപ്പോൾ ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് പോകാം. സെക്ഷൻ 3(1) എന്താണ് പറയുന്നത്? സെക്ഷൻ 3(1) സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദേശീയ കമ്മീഷൻ രൂപീകരിക്കണമെന്ന് പ്രതിപാദിക്കുന്നു. സെക്ഷൻ 3(1) എന്താണ്? സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദേശീയ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ്റെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണിത്. ഓക്കെ, സെക്ഷൻ 3(1) മനസ്സിലായല്ലോ. ഇനി സെക്ഷൻ 3(2) കമ്മീഷൻ അംഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നു. കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് പ്രതിപാദിക്കുന്നു. അപ്പം ഒരു കമ്മീഷൻ രൂപീകരിച്ചു, അംഗങ്ങളെയും സെലക്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത എന്താണ് പറയുന്നത്? സെക്ഷൻ 4 ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും കാലാവധിയും സേവനങ്ങളും പറ്റി പറയുന്നു. ഓക്കെ, സെക്ഷൻ 5 കമ്മീഷൻ്റെ ചുമതലകൾ നിർവഹിക്കുന്ന ആവശ്യമായ ജീവനക്കാരെയും ഉദ്യോഗസ്ഥരെയും കേന്ദ്ര സർക്കാർ കമ്മീഷന് നൽകണമെന്നും പറയുന്നു. ഇനി സെക്ഷൻ 6 ചെയർപേഴ്സണും അംഗങ്ങളും ശമ്പളവും ബത്തകളും പെൻഷൻ ഉൾപ്പെടെയുള്ള ഭരണ ചെലവുകളും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്ന ഗ്രാൻറ്റുകളിൽ നിന്ന് നൽകണമെന്ന് പറയുന്നു. സെക്ഷൻ 8 ദേശീയ വനിതാ കമ്മീഷൻ ഏറ്റെടുക്കുന്ന പ്രത്യേക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി കമ്മീഷന് അതാത് സമയം കമ്മിറ്റികൾ രൂപീകരിക്കാവുന്നതാണ്. ഓക്കെ, ഇനി സെക്ഷൻ 9(1) കമ്മിറ്റികളുടെ യോഗങ്ങളെ സംബന്ധിച്ച് പരാമർശിക്കുന്നു. സെക്ഷൻ 10 കമ്മീഷൻ്റെ ചുമതലകളെക്കുറിച്ച് പരാമർശിക്കുന്നു. സെക്ഷൻ 10(4) കമ്മീഷന് ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുണ്ടെന്ന് പരാമർശിക്കുന്നു. സെക്ഷൻ 13 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കണം. അപ്പം ഈ 10(4) ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മീഷൻ ഒരു സിവിൽ കോടതിയുടെ അധികാരമുണ്ട് എന്നാണ് പരാമർശിക്കുന്നത്. സെക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ 10(4) ഓക്കെ, 10(4). സെക്ഷൻ 13 കമ്മീഷൻ കേന്ദ്ര സർക്കാരിന് ചെയ്യണം? വാർഷിക റിപ്പോർട്ട് നൽകണം. ഓക്കെ, കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട് നൽകേണ്ടത്. സെക്ഷൻ 14 വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ പാർലമെൻറ്റ് ഇരുസഭകളിലും വെക്കണം. 16 സ്ത്രീകളെ സംബന്ധിക്കുന്ന എല്ലാ നയപരമായ കാര്യങ്ങളിലും കേന്ദ്ര സർക്കാർ കമ്മീഷനുകളുമായി കൂടിയാലോചനകൾ നടത്തണം എന്ന് പറയുന്നു. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെക്ഷൻ നമുക്ക് നോക്കാം. സെക്ഷൻ 3(1) കമ്മീഷൻ രൂപീകരിക്കണം എന്ന് പറയുന്നത്, അതായത് ദേശീയ വനിതാ കമ്മീഷൻ്റെ രൂപീകരണമായിട്ടുള്ള ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 3(1). സെക്ഷൻ 3(2) പറയുന്നത്? കമ്മീഷനിലെ അംഗങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതാണ് 3(2). ഇനി കാലാവധി, ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെ കാലാവധി സെക്ഷൻ 4. അപ്പം കമ്മീഷൻ്റെ രൂപീകരണം, അംഗങ്ങളെ പറ്റി, ആ അംഗങ്ങളുടെ കാലാവധിയും ചെയർപേഴ്സൻ്റെ കാലാവധിയും അംഗങ്ങളുടെ കാലാവധിയൊക്കെ സെക്ഷൻ 4 ഓക്കെ, ഇനി സെക്ഷൻ 10 കമ്മീഷനൊരു 10(4) കമ്മീഷൻ്റെ സിവിൽ കോടതിയുടെ അധികാരം. സെക്ഷൻ 13 വാർഷിക റിപ്പോർട്ട്. അപ്പോൾ റിപ്പോർട്ട് ആർക്കാണ് സമർപ്പിക്കുന്നത്? കേന്ദ്ര സർക്കാരാണ്, സെൻട്രൽ ഗവൺമെൻറ്റിനാണ് സമർപ്പിക്കേണ്ടത്. ഓക്കെ, മനസ്സിലായല്ലോ.
അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. അപ്പോൾ ആകെ എത്ര സെക്ഷൻസ് ഉണ്ട് എന്നതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എത്ര സെക്ഷനായിരുന്നു? 17 സെക്ഷനായിരുന്നു. 5 അധ്യായങ്ങളായിരുന്നു. 5 അധ്യായങ്ങൾ, 17 സെക്ഷൻ. ഇതൊക്കെ വേണേൽ ചോദിക്കാം. വനിതാ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ വേണിക്കാം. ഈ കമ്മീഷനിൽ 5 അധ്യായങ്ങളുണ്ട്, 17 സെക്ഷനുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഹയറിലാണ് കാണുന്നത്. ഡിഗ്രി ലെവൽ എക്സാമാണ്. VFA പോലുള്ളതിൽ ചിലപ്പം ചോദിച്ചാൽ 1 മാർക്കാണ്. എന്നാലും കമ്മീഷനെ കാട്ടി ഇത്രയും കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കുക. ഇനി അടുത്തത് നമുക്ക് പോകാം. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്കാണ്. ജയന്തി പട്നായിക് ആദ്യത്തെ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. 2 തവണ അധ്യക്ഷ പദവി വഹിച്ചിട്ടുള്ളത് ഗിരിജ വ്യാസും രേഖ ശർമ്മയുമാണ്. ഏറ്റവും കൂടുതൽ കാലം അധ്യക്ഷ പദവി വഹിച്ചതാരാണ്? ഗിരിജ വ്യാസാണ്. ഓക്കെ. അംഗമായ ആദ്യ പുരുഷൻ, ഇത് ഇമ്പോർട്ടൻ്റ്, അലോക് റാവത്താണ്. ഓക്കെ, അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്താണ്. നിലവിലെ അധ്യക്ഷ ആരാണ്? നിലവിലെ അധ്യക്ഷ ആരാണ്? അത് കമൻറ്റ് ചെയ്തേ. ഇതിനകത്ത് ഉണ്ട്, നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേ. ആദ്യ മെമ്പർ സെക്രട്ടറിയാണ് ഉമാ പിള്ള. ആദ്യത്തെ മെമ്പർ സെക്രട്ടറിയാണ് ഉമാ പിള്ള. അപ്പം മെമ്പർ സെക്രട്ടറി എന്താണെന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ശ്രദ്ധിച്ചിരിക്കുക ക്ലാസ്സിൽ. ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും കാലാവധി എത്ര എന്നാണ് പറയുന്നത്. ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷത്തിൽ കവിയാത്ത കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവ്. എന്താണ്? 3 വർഷത്തിൽ കവിയാത്ത കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന കാലയളവിലാണ് ചെയർപേഴ്സൻ്റെ അംഗങ്ങളുടെയും. ഓക്കെ. ഇനി കമ്മീഷൻ്റെ ആസ്ഥാനം നിർഭയ ഭവൻ ന്യൂഡൽഹിയാണ്. എവിടെയാണ്? നിർഭയ ഭവൻ ന്യൂഡൽഹി. ഓക്കെ. ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ദേശീയ വനിതാ കമ്മീഷൻ? വനിതാ ശിശു വികസന മന്ത്രാലയത്തിന് കീഴിലാണ്. വനിതാ ശിശു വികസന മന്ത്രാലയത്തിൻ്റെ കീഴിൽ. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ്. പ്രസിദ്ധീകരണമാണ് ഇവരുടെ രാഷ്ട്രമഹിള. ഏതൊക്കെ ഭാഷയിലാണ്? ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നു. ഇവർക്കൊരു വെബ് പോർട്ടലുണ്ട്, നാരി എന്ന് പറഞ്ഞ വെബ് പോർട്ടൽ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഇനി അംഗങ്ങളെ പറ്റി നമുക്കൊന്ന് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അംഗങ്ങൾ, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. അതായത് 1+5 എന്ന രീതിയിലാണ് കേട്ടോ. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. ചെയർപേഴ്സൺ ആകുന്ന വ്യക്തി സ്ത്രീകളുടെ കാര്യത്തിൽ പ്രതിബദ്ധതയുള്ളതായിരിക്കണം. നിയമനിർമ്മാണം, ട്രേഡ് യൂണിയൻ, ഭരണം, സാമ്പത്തിക വികസനം, ആരോഗ്യം, വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, സ്ത്രീകളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിൽ പ്രതിബദ്ധതയുള്ള വ്യവസായം, അതായത് സംഘടനകൾ എന്നിവയിലുള്ള പ്രവൃത്തി പരിചയം, സ്വഭാവ ശുദ്ധിയുമുള്ള 5 അംഗങ്ങളെയാണ് കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യുന്നു? ശുപാർശ ചെയ്യുകയാണ് കേട്ടോ. കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു? ശുപാർശ ചെയ്യുന്നത്. ഈ 5 അംഗങ്ങളുടെ ഇതാണ് പറയുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ വിഷയം, സാമൂഹിക പ്രതിബദ്ധത ഉള്ളവരാകണം, അങ്ങനെയുള്ള രീതിയിലാണ് സംഘടനകൾ എന്നിവയുള്ള പ്രവൃത്തി പരിചയം, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. അംഗങ്ങളിൽ SC ST വിഭാഗങ്ങളിൽ നിന്നും ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. ഈ 5 പേരിൽ അതിൽ SC ST വിഭാഗങ്ങൾ, ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദിക്കാം. അംഗങ്ങളിൽ 5 പേരിൽ SC ST വിഭാഗങ്ങളിൽ നിന്ന് ഓരോ അംഗം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ എന്താണത്? അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇവരെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ടെന്ന് പറഞ്ഞില്ല. ആദ്യം ഒരു മെമ്പർ സെക്രട്ടറി ഞാൻ പറഞ്ഞു ഉമ, നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലോ, ആരാ? ഉമാ പിള്ളയാണ് ഒരു മെമ്പർ സെക്രട്ടറി ആദ്യത്തെ. അപ്പം എന്താണ് മെമ്പർ സെക്രട്ടറി? ഓക്കെ, ഭരണത്തിൻ്റെയോ സംഘടനാ സംവിധാനത്തിൻ്റെയോ സാമൂഹ്യ ശാസ്ത്ര പ്രസ്ഥാനത്തിൻ്റെയോ രംഗത്തുള്ള വിദഗ്ധനോ അല്ലെങ്കിൽ യൂണിയൻ സിവിൽ സർവീസിലോ ഒരു അഖിലേന്ത്യാ സർവീസിലോ അംഗമായിരിക്കുകയോ അല്ലെങ്കിൽ ഒരു സിവിൽ തസ്തികയിലോ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനായിരിക്കും മെമ്പർ സെക്രട്ടറി. അപ്പം നോക്കിയേ, ക്വാളിഫിക്കേഷൻ കണ്ടോ? യൂണിയൻ സിവിൽ സർവീസിലോ ഒരു അഖിലേന്ത്യാ സർവീസിലെ അംഗമോ അല്ലെങ്കിൽ ഒരു സിവിൽ തസ്തികയിലുള്ള ഒരു യോഗ്യതയുള്ളതാണ് മെമ്പർ സെക്രട്ടറി. അപ്പം ആദ്യത്തെ ആരായിരുന്നു? ഉമാ പിള്ളയായിരുന്നു. ഉമാ പിള്ള. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. ഇനി പ്രധാന കാര്യനിർവഹണ ഓഫീസർ കൂടിയാണ് മെമ്പർ സെക്രട്ടറി. കാരണം ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് മെമ്പർ സെക്രട്ടറി. അപ്പോൾ പ്രധാന എക്സിക്യൂട്ടീവായിട്ടുള്ള ഒരു ഓഫീസറാണ് ഈ മെമ്പർ സെക്രട്ടറി. ഓക്കെ, പ്രധാന കാര്യനിർവഹണ ഓഫീസറാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്തതിലോട്ട് പോകാം. അംഗങ്ങളും മെമ്പർ സെക്രട്ടറിയെ നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നതും അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ അംഗങ്ങളെ നേരത്തെ ഒരു മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പ്രസിഡൻ്റിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് അല്ലേ, നിയമിക്കുന്നതും ഒക്കെ. അപ്പം ഇതിനകത്തിൽ അംഗങ്ങളെയും മെമ്പർ സെക്രട്ടറിയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും അധികാരമുള്ളത് ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അപ്പം
അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്, നീക്കം ചെയ്യുന്നത് ആരാണെന്നൊക്കെ ചോദിച്ചാൽ കേന്ദ്ര സർക്കാരിനാണ്. കമ്മീഷൻ അംഗങ്ങൾ മെമ്പർ സെക്രട്ടറി ഒഴികെ രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? അപ്പോൾ കമ്മീഷൻ അംഗങ്ങളൊക്കെ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കുന്നത്? അവരെ നിയമിച്ച കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ വാർഷിക റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. അപ്പോൾ അവർ വാർഷിക റിപ്പോർട്ട് ആർക്ക് സമർപ്പിക്കണം? കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കണം. അപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതും കേന്ദ്ര സർക്കാരിനാണ്, രാജിക്കത്തും സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. റിപ്പോർട്ടിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ കമ്മീഷൻ ആ റിപ്പോർട്ട് പ്രസ്തുത ഭാഗമോ സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഇതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിനകത്തിൽ അടുത്തത് ഇവരുടെ ചുമതലകളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ചുമതലകളാണ് നമ്മൾ അടുത്തത് പറയുന്നത്. ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലകൾ: ഭരണഘടനയിലും മറ്റ് നിയമനങ്ങളിലും സ്ത്രീകൾക്ക് നൽകിയിട്ടുള്ള സുരക്ഷയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുക, ഇത്തരം സംരക്ഷണങ്ങളുടെ നടപ്പിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുക. പിന്നെന്താണ്? സർക്കാരിന് വാർഷിക റിപ്പോർട്ട്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം വാർഷിക റിപ്പോർട്ട് നൽകുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സ്ത്രീ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട നടപടികൾക്ക് മാർഗനിർദ്ദേശം നൽകുക. പിന്നെന്താണ്? ഭരണഘടനയിലോ മറ്റ് നിയമനങ്ങളിലോ ഉള്ള സ്ത്രീകളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകളുടെ ലംഘനങ്ങൾ പരിശോധിച്ച് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കുക. അപ്പോൾ സ്ത്രീയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് വേണ്ട അധികാരിയിലേക്ക് എത്തിക്കുക. ഭരണഘടനയിലോ മറ്റ് നിയമങ്ങളിലോ സ്ത്രീകളെ ബാധിക്കുന്ന വ്യവസ്ഥകളിലെ അപര്യാപ്തതകളോ പോരായ്മകളോ ചൂണ്ടിക്കാട്ടി എന്തെങ്കിലും ഒരു ഭരണഘടനയിലൊക്കെ സ്ത്രീകളെ അല്ലെങ്കിൽ നിയമങ്ങളിലൊക്കെ സ്ത്രീകളെ ദുഷിച്ചൊക്കെ പറയുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് അതിന് പരിഹാര നടപടികൾ സ്വീകരിക്കുന്നു. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങളും വിവേചനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉയർന്നു വരുന്ന പ്രത്യേക സാഹചര്യങ്ങളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും പഠിക്കുകയും അന്വേഷണം നടത്തുകയും അതിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുക. സ്ത്രീകളുടെ അവകാശം നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ കമ്മീഷന് സ്വമേധയാ ഇടപെടാനും പരാതികൾ സ്വീകരിക്കാനും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ. അപ്പം സ്വമേധയാ കമ്മീഷൻ എന്ത് ചെയ്യാം? കേസ് എടുക്കാം. സ്ത്രീകളുടെ അവകാശവുമായി ബന്ധപ്പെട്ട് കമ്മീഷന് സ്വമേധയാ കേസ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ് കേട്ടോ. സ്ത്രീകളുടെ സമത്വവും വികസനവും സംരക്ഷണവും ലക്ഷ്യം വെച്ച് നിലവിൽ വന്ന നിയമങ്ങൾ നടപ്പിലാക്കാതിരിക്കുന്ന സാഹചര്യങ്ങളിൽ കമ്മീഷന് ഇടപെടാൻ അധികാരമുണ്ട്. ഓക്കെ, സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പരിഹരിക്കാനും അവരുടെ ക്ഷേമത്തിനും ആശ്വാസത്തിനും എടുത്ത തീരുമാനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നടപ്പാക്കാതിരുന്നാൽ അല്ലേ, അപ്പോൾ അതിന് എതിരെയൊക്കെ എന്ത് ചെയ്യാം? ഇവർ കമ്മീഷന് നടപടികൾ എടുക്കുക. അതായത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെല്ലാം പരിഹരിക്കാനും എല്ലാം ഉള്ള അവകാശങ്ങളൊക്കെ ആർക്കുണ്ട്? ഈ വനിതാ കമ്മീഷനുണ്ടെന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇതാണ് ദേശീയ വനിതാ കമ്മീഷനെ പറ്റി പറയുന്നത്. നമുക്ക് ഒന്നും കൂടെ ഒന്ന് ബ്രീഫായിട്ട് പറയാം. ഓക്കെ, അപ്പം ദേശീയ വനിതാ കമ്മീഷൻ്റെ നമ്മൾ തുടക്കത്തിൽ എന്ത് പറഞ്ഞു? ഇത് എന്നാണ് രാഷ്ട്രപതി ഒപ്പിച്ചത്? 90 ഓഗസ്റ്റ് 30. നിലവിൽ വന്നത് രൂപീകരിച്ചത് 92 ജനുവരി 31. ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനമാണ്. പിന്നെന്താണ് പറഞ്ഞത്? 5 അധ്യായങ്ങൾ, 17 സെക്ഷനുകളുണ്ട്. അടുത്തത് ആദ്യത്തെ വ്യക്തികൾ ജയന്തി പട്നായിക്ക്, പിന്നെ ഗിരിജ വ്യാസ്, രേഖ ശർമ്മ, കൂടുതൽ കാലം ഗിരിജ വ്യാസ്, പിന്നെ അംഗമായ ആദ്യ പുരുഷൻ അലോക് റാവത്ത്. മെമ്പർ സെക്രട്ടറി ആരാണ്? ഉമാപിള്ള. നിലവിലെ അധ്യക്ഷൻ നിങ്ങൾ പറയണം ആരാന്ന് കമൻറ്റ് ചെയ്യുക. ചെയർപേഴ്സൻ്റെയും അംഗങ്ങളെയും കാലാവധി 3 വർഷത്തിൽ കവിയാത്ത കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പം ഇവരെ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഒക്കെ ആരാണ്? കേന്ദ്ര സർക്കാരാണ്. അപ്പം ഇതൊരു കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇവർ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ഓക്കെ, ഘടന പറഞ്ഞു 1+5 ഇല്ലേ, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും പിന്നെ കൂടാതെ ഒരു മെമ്പർ സെക്രട്ടറി ഉണ്ട് കേട്ടോ. കമ്മീഷനിൽ 5 പേരിൽ അംഗങ്ങളിൽ SC/ST വിഭാഗങ്ങളിൽ നിന്ന് ഓരോ അംഗങ്ങൾ ഉണ്ടായിരിക്കണം. പിന്നെ അവരുടെ ഓരോ ചുമതലകളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ഉള്ളത് ദേശീയ വനിതാ കമ്മീഷൻ. ഓക്കെ, താങ്ക് യു.